ഹായ് മുത്തുമണീസേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? പത്മാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു, എന്നാൽ ഇന്നും കൂടെ ഒരു വീഡിയോ ഇട്ടേക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു. ദൈവം എൻ്റെ പേഷ്യൻ്റ് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാം നല്ല ഇതിലായിട്ട് പോകുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുക. സന്തോഷം. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയത് കൊണ്ട് സന്തോഷം. അതൊന്ന് അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ച് 2 ദിവസം കൊണ്ട് അത് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. പക്ഷേ സമയം കിട്ടിയില്ല, നടന്നുമില്ല. അപ്പോൾ ഇപ്പോൾ സുഖമായിട്ടിരിക്കുവാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പോൾ സോഡിയം ഒക്കെ നന്നായിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മാറി ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും സുഖം, പേഷ്യൻറ്റിൻ്റെ സുഖം, വീട്ടിലുള്ളവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷമായിട്ടൊക്കെ പോകുന്നു. പിന്നെ വേറെന്താണ്? വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് വീട്ടിൽ കോൾ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അതിലേറെ ഭയങ്കര ഒരു വിഷമമായിട്ട് മോനെന്തോ ഒരു ശാരീരികമായിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട്, പനിയുടെ ആയിരിക്കാം, വിഷമങ്ങളും പ്രയാസങ്ങളും. പിന്നെ അവനെ ഓഫീസിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കൂട്ടി വിട്ട് മരുന്നൊക്കെ മേടിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ച് വൈകുന്നേരമൊക്കെ വിളിച്ചിട്ട് കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നെന്ന് പറഞ്ഞ്. ഇനി 5 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിയുമല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകും. പനി എല്ലാം കൂടുതലും എല്ലാം ഉണ്ടെങ്കിൽ ഇനി നാളെ അച്ഛനോട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് പറയാം. മോനെ കൊണ്ടൊന്ന് ആശുപത്രി പോട്ടെ എന്ന് പറയാം. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ച് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ രാവിലെ പോകുമല്ലോ, അത് കാരണം ഫുഡൊന്നും രാവിലെ ഒന്നും ശരിക്കും കഴിക്കാനും ഒന്നും പറ്റത്തില്ല. ഇച്ചിരി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്നത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. ആ ഫുഡിൻ്റെ പ്രശ്നങ്ങളും കാണും, രക്തക്കുറവൊക്കെ കാണുമായിരിക്കാം. പിന്നെ നമ്മളൊരമ്മ മക്കളെ പരിചരിക്കുന്ന പോലെ എന്തായാലും അച്ഛന് അത്രയും പറ്റുന്നില്ലല്ലോ. അച്ഛന് കഴിവതും അച്ഛൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളില്ലാത്ത ഒരു കുറവ് കാണുമല്ലോ. നമ്മളുണ്ടെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞിനും വാരി തീറ്റി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും ഞാൻ എൻ്റെ മക്കൾക്ക്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. പക്ഷേ എന്നാലും അടുത്ത് കൊണ്ടുവച്ച് കഴിക്കും മോനെ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുകയും നിർബന്ധിച്ച് കുടിപ്പിക്കുകയും എല്ലാം ചെയ്യും. അപ്പം ഞാനില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായിട്ടൊരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണും. അതൊക്കെ ആയിരിക്കും, രക്തക്കുറവ് കാണും, അതാ തലകറക്കമൊക്കെ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഇന്ന് മരുന്ന് മേടിച്ച് 2 ദിവസം ഞാൻ മരുന്ന് കഴിക്കട്ടെ, കുഴപ്പമില്ല, കുറവില്ല എന്നുണ്ടെങ്കിൽ നാളെ അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിക്കാം. അങ്ങനെ അതുകൊണ്ടൊരു വിഷമം. അല്ലാതെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇളയതും സുഖമായിട്ടിരിക്കുന്നു. ഇളയത് വിളിച്ച് ചേട്ടനെ എപ്പം വരും, കുഴപ്പമുണ്ടോ എന്നൊക്കെ തിരക്കി. എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടൻ 5 മണിക്കുള്ള ട്രെയിനിന് വരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ചേട്ടൻ രാവിലെ അങ്ങ് പോകും പണിക്ക്. അതുകൊണ്ട് ഒക്കെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടില്ല, അച്ഛനും മക്കളും സുഖമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ നോക്കുന്ന പോലെ എത്രയായാലും നമ്മളെ അമ്മ മക്കളെ പരിചരിക്കുന്ന പോലെ എന്തായാലും അച്ഛന് അത്രയും വരത്തില്ലല്ലോ. അച്ഛൻ നോക്കുന്നുണ്ട് നന്നായിട്ട്, അച്ഛനും മക്കളുമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോകുന്നു. എന്നാലും ഒരു ചെറിയ വിഷമം കുഞ്ഞുങ്ങൾക്കും കാണുമല്ലോ. പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മക്കളുടെ പേരിലും ഉണ്ടാവണേ. കുഴപ്പമൊന്നുമില്ലാതെ അസുഖമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ മക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചേക്കണം. അതുപോലെ എൻ്റെ മക്കൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി. എന്നാൽ ശരി, ഇന്ന് ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെന്നാൽ ഒരു ചെറിയ വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു വിഷമം, എന്നും വീഡിയോ ചെയ്യുന്നതുകൊണ്ടേ. എന്നാൽ ശരി, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നും പറയുന്നത് പോലെ തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.